ശംശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ആത്മീയ ഭോജ്യത്തിൽ വിചിന്തനം ചെയ്യുന്നത് രസകരമായൊരു വിഷയമാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കരുണയില്ലാത്തവർക്ക് കരണം എന്തിനാ? ഇങ്ങനെ ചിന്തിച്ച ചില വ്യക്തികൾ അതുമൂലം സംഭവിച്ച ഒരു സംഭവം ഞാൻ ഇരുന്ന് കേട്ടതാണ്. ഒരു മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ അളിയന്മാർ ചേർന്ന് ഇരുട്ടടി നടത്തി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ അടിച്ചു. ഈ മനുഷ്യനെ അടിച്ച് കരണം പോച്ചു. മാത്രമല്ല കുറുവടി കൊണ്ട് അവൻ്റെ കാല് തല്ലി ഓടിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് മരിച്ചു പൊക്കോളും എന്ന് വിചാരിച്ച് വഴിയിലിട്ടിട്ട് അവർ പോയതാണ്. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവരങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ സ്വഭാവം അതുപോലെയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ ഭാര്യയോട് ഒരു കരുണയും കാണിച്ചിട്ടില്ല. അവളെ ഞാൻ ദ്രോഹിക്കുന്നതല്ലാതെ ഒരല്പം സ്നേഹമോ ഒരു കരുതലോ ഒരു കരുണയോ ഒന്നും കാണിച്ചിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് അളിയന്മാർ ഈ ഒരു കാര്യത്തിന് തുനിഞ്ഞത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതം നന്മ ചെയ്യാനുള്ളതാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പ്രതികാരദാഹം അത് നമുക്കൊരു പോളിസിയാക്കി മാറ്റാൻ അവകാശമില്ല. ഈ കാര്യങ്ങളെല്ലാം ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ പ്രതികാരദാഹം ക്രിസ്ത്യാനിക്ക് ചേരുന്നതാണോ, വചനം എന്താണ് പഠിപ്പിക്കുക മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. റോമ 12:19 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രതികാരം നിങ്ങൾ വീട്ടേണ്ടതല്ല, പ്രതികാരം എനിക്ക് വിട്ടു തന്നേക്കുക. മറ്റുള്ളവർ നിങ്ങളെ ദ്രോഹിച്ചാൽ പോലും നിങ്ങളല്ല അവിടെ പ്രതികാരം വീട്ടേണ്ടത്. പെങ്ങളെ ദ്രോഹിച്ചെന്നും പറഞ്ഞ് ആങ്ങളമാർ ചെന്നിട്ട് കരണം അടിച്ചു പോകച്ചതും കാല് തല്ലി ഒടിച്ചതും അത് ശരിയായ ഒരു പരിഹാരമാർഗം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. റോമാലേഖനം 12:19 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന സന്ദേശം അതാണ്. മത്തായി 5:43 മുതൽ വായിച്ചാലോ, നിന്റെ ശത്രുക്കളെ പോലും സ്നേഹിക്കണം, നിന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നിനക്ക് ഒരു ക്രിസ്ത്യാനിയാകാൻ പറ്റുക, അങ്ങനെയാണ് നിനക്ക് പൂർണ്ണത പ്രാപിക്കാൻ സാധിക്കുക എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 8 മുതൽ വായിച്ചാൽ, സിറിയക്കാർ ഈ ഇസ്രായേൽക്കാർക്കെതിരെ ഒരു യുദ്ധത്തിന് ഒരുമ്പെട്ടതാണ്. പക്ഷെ നമ്മൾ കാണുകയാണ്, അവരെ ശത്രുക്കളായിരുന്ന അവരെ മിത്രങ്ങളാക്കി മാറ്റി. എങ്ങനെയായിരുന്നു? ഒരു വിരുന്ന് അവർക്ക് കൊടുത്താണ്. എലീഷ പ്രവാചകൻ നിർദ്ദേശിച്ചതനുസരിച്ച് രാജാവ് അവർക്ക് വിരുന്നൊരുക്കി അവരെ സൽക്കരിച്ചു. പിന്നീട് ഒരിക്കലും സിറിയക്കാർ ഇസ്രായേൽക്കാർക്കെതിരെ ഒരു യുദ്ധത്തിന് വന്നിട്ടില്ല എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 8 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഭാഷകൻ 28:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രതികാരം വീട്ടുന്നവനോട് കർത്താവ് പ്രതികാരം വീട്ടും, അവൻ്റെ തെറ്റ് ദൈവം ക്ഷമിക്കത്തില്ല. അയൽക്കാരൻ്റെ തെറ്റ് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ തെറ്റുകൾ ക്ഷമിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക. എന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അയൽക്കാരോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൻ്റെ കരുണ പ്രതീക്ഷിക്കാൻ പറ്റുമോ? നമുക്ക് ദൈവത്തിൻ്റെ കരുണയില്ലാതെ, മറ്റുള്ളവരുടെ കരുണയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതിന് മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യരുത്, കരുണ കാണിക്കുന്നവരായി മാറണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ലൂക്കാ 22:50 വചനം എടുത്താൽ അവിടെ വലിയ സാമർഥ്യം കാണിച്ച് ഒരാൾ വാളൂരി യേശുവിനെ പിടിക്കാൻ വന്നവരിൽ ഒരുവൻ്റെ ചെവി ഛേദിച്ചു. കർത്താവ് പറഞ്ഞ കാര്യം എന്താ? സ്റ്റോപ്പ്, വാൾ ഉറയിലിടുക. വാളെടുക്കുന്നവൻ വാളാലെ. പ്രതികാരമല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഈശോ ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ ഒരു തോമസ് കുട്ടി സ്റ്റൈൽ അത് ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരും. ഞാനിത് പറയാൻ കാരണം, ഒരു സംഭവം, തോമസ് കുട്ടി അദ്ദേഹം നല്ല അജാനുഭാവം, വലിയ സൈസാണ്. കൗൺസിലിങ്ങിനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ കാരിസ്മയിൽ വന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ദമ്പതിമാർ വന്നു. ഭർത്താവിൻ്റെ പ്രശ്നം, അവന് ചില അവിഹിത ബന്ധങ്ങളുണ്ട്. ഭാര്യയ്ക്ക് അതിൻ്റെ പേരിൽ വലിയ വിഷമം. ഈ ബ്രദർ പറഞ്ഞു കൊടുത്തു, അതൊന്നും അരുത്, അതൊന്നും നമുക്ക് ചേർന്നതല്ല, നിനക്ക് ഭാര്യ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അവളോട് വിശ്വസ്തത പുലർത്തുക. അവൻ സമ്മതിച്ചു പോയി. 1 മാസം കഴിഞ്ഞ് വീണ്ടും വന്നു. അവൻ വീണ്ടും തിരിച്ചു പോയെന്നും പറഞ്ഞു. രണ്ടാമതൊന്നുകൂടി ഇച്ചിരൂടെ സ്ട്രോങ് ആയിട്ട് തോമസ് കുട്ടി സന്ദേശമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അവനെ ഉപദേശമൊക്കെ കൊടുത്തു വിട്ടു. കുറച്ച് നാളത്തേക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. വീണ്ടും വന്നു. വേണേ 2-3 മാസം കഴിഞ്ഞു. ആ പ്രാവശ്യം തോമസ് കുട്ടി അങ്ങ് എഴുന്നേറ്റ് നിന്ന് അവനെ ഒന്ന് വിരട്ടി. അതായത്, എടാ ഞാനും കുടുംബജീവിതം നയിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് വിരട്ടി. ഈ മനുഷ്യനാണെങ്കിൽ ഈ പുള്ളിയുടെ സൈസും ഈ വിരട്ടലും ഒക്കെ കണ്ട് ഭയപ്പെട്ടു പോയി. പിന്നീട് ഭാര്യ സൂചിപ്പിച്ച ഒരു കാര്യം, അതിനുശേഷം പുള്ളി ഒരവിഹിതത്തിനും പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പുള്ളിക്ക് ഒരു പേടി പോലെയാണ്. അപ്പോൾ ആ ഒരു വിരട്ടൽ നല്ലപോലെ ഏറ്റു എന്നും പറഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ആ ബ്രദർ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ കേക്കും മേടിച്ചുകൊണ്ട് വന്നു. അവിടെ ഞാൻ പറഞ്ഞ്, ചില കാര്യത്തിലൊക്കെ ഇതുപോലത്തെ ഒരു തോമസ് കുട്ടി സ്റ്റൈല് ചിലർക്കുണ്ടെങ്കിൽ അവരുടെ മാനസാന്തരം സാധ്യമാകൂ എന്നുള്ളത് അവർ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വചനങ്ങളിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ക്രിസ്ത്യാനികൾ ദൈവത്തെ അനുകരിക്കേണ്ടവരാണ്, അല്ലാതെ ലോകത്തെ അല്ല. പ്രതികാരദാഹികളായിട്ടൊക്കെ മാറുന്ന വ്യക്തികളും പ്രതികാരം വീട്ടണം എന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാകാം. അവരെയല്ല നമ്മൾ അനുകരിക്കേണ്ടത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12:13 വായിച്ചാൽ, ദൈവത്തെപ്പോലെ കരുണയുള്ള മറ്റാരുണ്ട്?
ആ ദൈവത്തെ പോലെ കരുണയുള്ളവരാകാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ആ ദൈവത്തെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. യെശയ്യാ 46:3 വായിച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം, അത് നിനക്ക് നരബാധിച്ചാൽ പോലും അസ്തമിക്കാത്ത ഒരു സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ആ ദൈവത്തെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ലൂക്കാ 23:34 എടുത്താൽ തന്നെ പീഡിപ്പിച്ച് കൊല്ലുന്ന വ്യക്തികൾക്ക് വേണ്ടി പോലും അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാൻ പറ്റും. പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണം. ക്ഷമിക്കുന്ന ഈ യേശുവിനെ അനുകരിക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തെ അനുകരിക്കരുത് എന്നുള്ളത് റോമ 12:1-2 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മരിച്ചാലും മറക്കില്ല എന്ന പോളിസി കൊണ്ട് നടക്കുന്ന വ്യക്തികൾ. ഒരു രക്തസാക്ഷി മണ്ഡപത്തിൽ എഴുതി വെച്ചിരുന്ന ഒരു കാര്യമാണ്, നിന്നോട് ഈ ദ്രോഹം ചെയ്യുന്നവര് മരിച്ചാൽ പോലും അവരോട് ഞങ്ങൾ ഈ ഒരു കാര്യം മറക്കത്തില്ല. അവർ മരിച്ചാൽ പോലും അവരോടുള്ള പ്രതികാരദാഹം തീരത്തില്ല എന്ന്. മരിച്ചാലും മറക്കത്തില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ലോകത്തിൽ, പ്രതികാരദാഹികൾ. അവരല്ല നമുക്ക് ഒരു മാതൃകയാകേണ്ടത്, യേശുവാണ് നമുക്ക് മാതൃകയാകേണ്ടത്. ഞാൻ ഒരു ആഗ്രഹത്തോടു കൂടി തീരുമാനമെടുത്ത് അതിനുവേണ്ട കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.